എല്ലാവർക്കും ഒരിക്കൽ കൂടി ടെജി ഓൺലൈനിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. സാധാരണ ഇതൊരു ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് ആണ്. എന്നാൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ട് SQL സാധാരണ ഉപയോഗിക്കാറില്ല. നമ്മൾ വിവിധ തരങ്ങളിലുള്ള RDBMSകളെ കുറിച്ചിട്ട് പറഞ്ഞു. MS Access, Oracle, MySQL, SQL Server എന്നൊക്കെ പറയുന്ന വിവിധ തരങ്ങളിലുള്ള RDBMSകൾ ഉണ്ടെന്നും അവയെ മാനിപ്പുലേറ്റ് ചെയ്യേണ്ട ആവശ്യം നമുക്കുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള വിവിധ RDBMSകളെ മാനേജ് ചെയ്യാനും അത്തരത്തിലുള്ള RDBMSകളിൽ നിന്ന് ക്വറീസ് ഉപയോഗിച്ചുകൊണ്ട് ഡേറ്റ റിട്രീവ് ചെയ്യാനും പ്രോസസ് ചെയ്യാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ജനറൽ ആയിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് എന്നുള്ളത്. അപ്പൊ ഈ ലാംഗ്വേജിൽ കൊടുക്കുന്ന കമാൻഡുകൾ സാധാരണ DBMS എഞ്ചിനുകൾ ഇന്റർപ്രറ്റ് ചെയ്യുകയും അത് വർക്ക് ചെയ്യിച്ച് നമുക്ക് ആവശ്യമുള്ള റിസൾട്ടുകൾ തരികയുമായിരിക്കും ചെയ്യുന്നത്. ഈ SQL കമാൻഡുകൾ നമുക്ക് മറ്റുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിൽ എംബഡ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നിങ്ങളുടെ ഒരു HTML പ്രോഗ്രാമിംഗ് സ്റ്റെപ്പുകൾ എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു HTML പ്രോഗ്രാമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ SQL സ്റ്റേറ്റ്മെന്റുകൾ വളരെ ഈസി ആയിട്ട് എംബഡ് ചെയ്ത് അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. സാധാരണയായി 3 തരത്തിലുള്ള SQL കമാൻഡുകളാണ് ഉള്ളത്. അതിലെ ഒന്നാമത്തത് ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ലാംഗ്വേജ് ആയിരിക്കും. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് എന്ന് പറയുന്നതാണ്. അപ്പൊ ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജിൽ ക്രിയേറ്റ്, ആൾട്ടർ, ഡ്രോപ്പ് തുടങ്ങിയ സ്റ്റേറ്റ്മെന്റുകളാണ് സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നാൽ ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് അത് ഡാറ്റാബേസിലേക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യാനും അതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഡിലീറ്റ് ചെയ്യാനും തുടങ്ങിയ ഓപ്പറേഷൻസ് നടത്താനായിട്ടാണ് അത് ഉപയോഗിക്കാറുള്ളത്. അത് സിംഗിൾ ടേബിൾ ക്വറീസ് ഉണ്ട്, പിന്നെ വെയർ കണ്ടീഷൻ ചേർത്തിട്ടുള്ള ക്വറീസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്, ജോയിന്റ് സ്റ്റേറ്റ്മെന്റുകൾ ഉപയോഗിക്കാറുണ്ട്, ഗ്രൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റുകൾ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഡാറ്റ മാനിപ്പുലേഷൻ ഉപയോഗിക്കുന്ന വിവിധ തരങ്ങളിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ SQL കമാൻഡുകളുടെ വേറൊരു കാറ്റഗറിയാണ്. ഇനി മൂന്നാമത്തെ ഒരു കാറ്റഗറി ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ് എന്ന് പറയുന്ന പേരിലുള്ള DCL ആണ്. ഇത് സാധാരണ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസുകൾക്ക് വേണ്ടിയിട്ടാണ് DCL കമാൻഡുകൾ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത്. അത് ഡാറ്റാബേസിനെ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള പ്രിവിലേജുകൾ നമുക്ക് മറ്റുള്ള യൂസേഴ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും അതേപോലെ തന്നെ ഡാറ്റാബേസിന്റെ ഡേറ്റ കമ്മിറ്റ് ചെയ്യാനും അതേപോലെ തന്നെ റിവോക്ക് ഓപ്പറേഷൻസ് ഒക്കെ നടത്താനായിട്ടാണ് സാധാരണ ഡേറ്റ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള സ്റ്റഡിയാണ് നമ്മൾ SQL സ്റ്റേറ്റ്മെന്റുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യമായിട്ട് നമ്മൾ DDL കമാൻഡുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. DDL കമാൻഡ് ഞാൻ നേരത്തെ പറഞ്ഞു, അത് പ്രധാനമായിട്ടും ക്രിയേറ്റ്, അതേപോലെ തന്നെ ആൾട്ടർ, ഡ്രോപ്പ് എന്നീ തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അതിലെ ക്രിയേറ്റ് ടേബിൾ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത്. ഇത് കൂടാതെ ക്രിയേറ്റ് വ്യൂ കമാൻഡുകളുണ്ട്, ക്രിയേറ്റ് ട്രിഗർ ഉണ്ട്, ക്രിയേറ്റ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അങ്ങനെ വിവിധ തരത്തിലുള്ള ക്രിയേറ്റ് കമാൻഡുകളുണ്ട്, ക്രിയേറ്റ് യൂസർ കമാൻഡുകളുണ്ട്. അതിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ സാധാരണ RDBMSകളിൽ ഉപയോഗിക്കുന്നത് ഒരു റിലേഷൻ ബിൽഡ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ടേബിൾ ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കമാൻഡാണ് ക്രിയേറ്റ് ടേബിൾ കമാൻഡ്. അപ്പൊ അതിന്റെ വിവിധ വശങ്ങളായിരിക്കും നമ്മൾ ഇനിയുള്ള സ്ലൈഡുകളിൽ ഡിസ്കസ് ചെയ്യുന്നത്. സാധാരണ ഒരു ക്രിയേറ്റ് സ്റ്റേറ്റ്മെന്റിന്, ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റിനുള്ള സിന്റാക്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ക്രിയേറ്റ് ടേബിൾ, പിന്നെ ഒരു ടേബിൾ നെയിം പറയാം, ബ്രാക്കറ്റിനുള്ളിൽ നിങ്ങൾക്ക് വിവിധ തരത്തിലുള്ള കോളം ഡിസ്ക്രിപ്ഷൻസും അതിനോടൊപ്പം തന്നെ കൺസ്ട്രൈന്റുകൾ ഉണ്ടെങ്കിൽ ആ കൺസ്ട്രൈൻസും പറയാവുന്നതായിരിക്കും. അപ്പൊ ഇവിടെ ടേബിൾ നെയിം എന്ന് പറയുന്നത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആവശ്യമുള്ള പുതിയ ടേബിളിന്റെ പേരുകളാണ്. ഇനി കോളം ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കോളത്തിന്റെ അല്ലെങ്കിൽ അതിലുള്ള ആട്രിബ്യൂട്ടുകളുടെ ഡിക്ലറേഷൻ ആണ്. ഇനി കൺസ്ട്രൈന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേബിൾ കൺസ്ട്രൈന്റ് ഉണ്ട്. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് കോളത്തിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കോളം കൺസ്ട്രൈൻസും കൂടെ പറയാവുന്നതായിരിക്കും. ഇനി
ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളത്തിന്റെ ഡിക്ലറേഷന്റെ ഒരു ജനറൽ ഫോർമാറ്റ് ആണ് ഇവിടെ പറയുന്നത്. അതായത് ഒരു കോളം നെയിം, പിന്നെ ഒരു ഡേറ്റ ടൈപ്പ്, അതിനുശേഷം കോളം കൺസ്ട്രൈന്റ് ഉണ്ടെങ്കിൽ കോളം കൺസ്ട്രൈൻസ്. അപ്പൊ അത് ഓപ്ഷണൽ ആണ്. കോളം കൺസ്ട്രൈന്റ് ഉണ്ടെങ്കിൽ ആ കോളം കൺസ്ട്രൈന്റ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ഡേറ്റ ടൈപ്പുകൾ എന്ന് പറഞ്ഞാൽ വിവിധ തരത്തിലുള്ള ഡേറ്റ ആ കോളത്തിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള വിവിധ തരത്തിലുള്ള ഡേറ്റകളെ കുറിച്ചിട്ടുള്ള വിശദീകരണമാണ്. അത് ക്യാരക്ടർ ടൈപ്പ് ഡേറ്റ ആണോ, അല്ലെങ്കിൽ ന്യൂമറിക്കൽ ഡേറ്റ ആണോ, അല്ലെങ്കിൽ ഡേറ്റ് ടൈപ്പ് ഡേറ്റ ആണോ എന്നൊക്കെയുള്ള ഡിസ്ക്രിപ്ഷൻസ് ആയിരിക്കും നമ്മൾ ഡേറ്റ ടൈപ്പിൽ പറയുന്നത്. ഇനി അതിനോടൊപ്പം തന്നെ മിക്കവാറും നമ്മൾ ബ്രാക്കറ്റിനുള്ളിൽ അതിന്റെ വിഡ്ത്തും സ്പെസിഫൈ ചെയ്യാറുണ്ട്. ഓരോ ഡേറ്റ ടൈപ്പും എത്ര വിഡ്ത്ത് എടുത്തിട്ട് വേണം ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ സ്റ്റോർ ചെയ്യാനായിട്ടുള്ളത് എന്നുള്ളതായിരിക്കും അത് വിശദമാക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള വിവിധ ഡേറ്റ ടൈപ്പുകളെ കുറിച്ചിട്ടുള്ള വിവരണവും ഇനി അതുപോലുള്ള വിവിധ കോളം കൺസ്ട്രെയിൻസും നമ്മൾ അടുത്ത സ്ലൈഡുകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സാധാരണ നമ്മൾ ആ കോളം നെയിമിന് ശേഷം പിന്നെ പറയുന്നത് ഡേറ്റ ടൈപ്പുകളായിരിക്കും. അപ്പൊ ആ ഡേറ്റ ടൈപ്പിന് താഴെ പറയുന്ന രീതിയിലുള്ള ഫോർമാറ്റുകളുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരക്ടർ സ്ട്രിംഗ് ആയിട്ട് പറയാം, പിന്നെ ക്യാരക്ടർ CHAR എന്ന് കൊടുത്തിട്ട് ലെങ്ത് പറയാം, പിന്നെ ക്യാരക്ടർ എന്ന് മുഴുവനായിട്ട് ടൈപ്പ് ചെയ്തതിനു ശേഷം ലെങ്ത് പറയാം, പിന്നെ വേരിയബിൾ ക്യാരക്ടർ ലെങ്ത് പറയാം, പിന്നെ അതുകൂടാതെ ക്യാരക്ടർ വേരിയിങ് എന്ന് പറയുന്ന ലെങ്ത് പറയാം. ഇത് ഇങ്ങനെ പലതരത്തിലുള്ള ഒരേ ഡേറ്റ ടൈപ്പിന് തന്നെ പലതരത്തിലുള്ള ഫോർമാറ്റ് സാധാരണ ഉപയോഗിക്കുന്നത്. വിവിധ തരത്തിലുള്ള RDBMSകൾ ഇതിൽ സ്ലൈറ്റ് ആയിട്ടുള്ള മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ സ്ലൈറ്റ് ആയിട്ടുള്ള വേരിയേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കാണും. ചിലപ്പോൾ ഒറാക്കിൾ സപ്പോർട്ട് ചെയ്യുന്നത് വേരിയബിൾ ക്യാരക്ടർ ആണെങ്കിൽ ചിലപ്പോൾ MS Access സപ്പോർട്ട് ചെയ്യുന്നത് ചിലപ്പോൾ വെറും CHAR എന്നുള്ള ടൈപ്പിലായിരിക്കും. അപ്പോൾ നമ്മൾ മാറുന്ന RDBMS മാറുമ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഡേറ്റ ടൈപ്പുകളുടെ ഡിക്ലറേഷനിലും ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരാറുണ്ട്. ഇതില് ഫിക്സഡ് ലെങ്ത് ക്യാരക്ടേഴ്സ് സാധാരണ കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രണ്ട് ഡേറ്റ ടൈപ്പുകളാണ് CHARഉം അതുപോലെ തന്നെ ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു ഫോർമാറ്റും. അതില് ഫിക്സഡ് ലെങ്ത് സ്ട്രിങ്സിന്റെ ഒരു പ്രത്യേകത സാധാരണ അതിന്റെ ഒരു ഡിഫോൾട്ട് ലെങ്ത് നമ്മളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഡിഫോൾട്ട് ലെങ്ത് 1 ആയിരിക്കും. ഇപ്പൊ നമ്മൾ 30 ലെങ്ത് ഉള്ള ഒരു ക്യാരക്ടർ സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ക്യാരക്ടർ ഡേറ്റ ടൈപ്പിലുള്ള ഒരു കോളം സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോ 5 സൈസ് ഉള്ള ഒരു ഡേറ്റ കൊടുത്താൽ കൂടി ബാക്കിയുള്ള ആ 16 സ്പേസും അതിൽ സ്റ്റോർ ചെയ്ത് വെക്കും. എന്നാൽ മറ്റുള്ള ഒരു രീതിയിൽ സ്പെസിഫൈ ചെയ്യുക, വേരിയബിൾ സൈസ് സ്പെസിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കൺവെൻഷണൽ നൊട്ടേഷൻസ് ആണ് വേരിയബിൾ ക്യാരക്ടർ അല്ലെങ്കിൽ വാർക്കാറും അതുപോലെ തന്നെ ക്യാരക്ടർ വേരിയിങ് എന്ന് പറയുന്ന രീതിയിലുള്ള സ്പെസിഫിക്കേഷൻസ്. അപ്പൊ ഇവിടെ നമുക്ക് മാക്സിമം സൈസ് അതിന്റെ കൂടെ നമുക്ക് സ്പെസിഫൈ ചെയ്യാം. ഇനി അത് നമ്മൾ കൊടുക്കുന്ന കറസ്പോണ്ടിങ് ഡേറ്റയുടെ സൈസ് കൂടുതലാണെങ്കിൽ അത് ട്രങ്കേറ്റ് ചെയ്തിട്ട് റൈറ്റിലുള്ളത് ട്രങ്കേറ്റ് ചെയ്ത് കളയും. ഇനി നമ്മൾ കൊടുക്കുന്ന കറസ്പോണ്ടിങ് ഡേറ്റയുടെ ലെങ്ത് കുറവാണെങ്കിൽ അത്രയും ക്യാരക്ടേഴ്സ് മാത്രമായിരിക്കും എടുത്ത് സ്റ്റോർ ചെയ്യുന്നത്. ബാക്കിയുള്ള അഡീഷണൽ സ്പേസുകളോ ഒന്നും ഇത് അലോക്കേറ്റ് ചെയ്യുന്നില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ടായിരിക്കും വേരിയബിൾ ക്യാരക്ടർ അല്ലെങ്കിൽ ക്യാരക്ടർ വേരിയിങ് പോലുള്ള ഡേറ്റ ടൈപ്പുകൾ നമ്മൾ സാധാരണ ഈ പറയുന്ന ടേബിൾ ക്രിയേഷന്റെ സമയത്ത് ഉപയോഗിക്കാറുള്ളത്. ഇനി ന്യൂമറിക് ഡേറ്റ ടൈപ്പ് തന്നെ പല രീതിയിലുള്ള ന്യൂമറിക് ഡേറ്റ ടൈപ്പുകൾ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുണ്ട്. അതിന്റെ എക്സാമ്പിൾസ് ആണ് സ്മോൾ ഇഞ്ച്, അതുപോലെ തന്നെ INT എന്നുള്ള സ്പെസിഫിക്കേഷൻ, ഇന്റിജർ എന്ന് പറയുന്ന സ്പെസിഫിക്കേഷൻസ്. അപ്പോൾ സാധാരണ ഇന്റിജർ ടൈപ്സ് ഹാവ് ഡിഫോൾട്ട് ബൈനറി പ്രിസിഷൻസ് ആയിരിക്കും. പിന്നെ സ്മോൾ ഇന്റ് ആയിട്ടാണ് നമ്മൾ കൊടുത്തു വെച്ചിരിക്കുന്നതെങ്കിൽ അതിന് 15 ഡിജിറ്റ്സ് ആയിരിക്കും അതിന്റെ പ്രിസിഷൻസ്. ഇനി INT അല്ലെങ്കിൽ ഇന്റിജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 31 ആയിരിക്കും അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രിസിഷൻ എന്ന് പറയുന്നത്. ഇനി അതുകൂടാതെ നമുക്ക് ന്യൂമറിക് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ഡേറ്റ ടൈപ്പ് നമുക്ക് യൂസ് ചെയ്യാം. അവിടെയും പ്രിസിഷൻ പറയാം, പിന്നെ അതിന്റെ സ്കെയിൽ പറയാം, പിന്നെ അതുപോലെ തന്നെ ഡെസിമൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. ഡെസിമൽ എന്ന് പറയാം, പ്രിസിഷൻ പറയാം, ബ്രാക്കറ്റിൽ അതിന്റെ സ്കെയിൽ പറയാം. പിന്നെ വേറൊരു ഡേറ്റ ടൈപ്പ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഫ്ലോട്ട്. അവിടെയും പ്രിസിഷൻ നിങ്ങൾക്ക് പറയാം. റിയൽ എന്നുള്ള ഒരു ന്യൂമറിക് ഡേറ്റ ടൈപ്പ് നമുക്ക് യൂസ് ചെയ്യാം. ഡബിൾ, വലിയ നമ്പേഴ്സ് ഒക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് ഡബിൾ എന്നുള്ളത് നമുക്ക് യൂസ് ചെയ്യാം. എക്സാമ്പിൾ ആയിട്ട് ഞാൻ ന്യൂമറിക് എന്ന് കൊടുത്തതിന് ശേഷം 10,2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം 10 പ്രിസിഷൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതിൽ 2 എണ്ണം ബൈനറി പൊസിഷൻ അല്ലെങ്കിൽ നമ്മുടെ
ഡെസിമൽ പോയിന്റ് കാണിക്കാനായിട്ട് 2 പൊസിഷൻ അതിൽ യൂസ് ചെയ്യും. അപ്പൊ ഇവിടെയും ഇതേപോലെ നമ്മൾ ഡിഫറന്റ് പല രീതിയിലുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള RDBMSകൾ യൂസ് ചെയ്യുമ്പോൾ അതിലൊക്കെ വ്യത്യസ്തങ്ങളായ തരത്തിലുള്ള ന്യൂമറിക് ഡേറ്റ ടൈപ്പ് ഡിക്ലറേഷൻസുകളായിരിക്കും സാധാരണ ഉപയോഗിക്കാറുള്ളത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നിങ്ങളിപ്പോ ഒറാക്കിളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് ന്യൂമറിക് എന്ന് പറയാം, അല്ലെങ്കിൽ നമ്പർ എന്ന് കൊടുക്കാം. നമ്പർ എന്നുള്ള ഒരു സ്പെസിഫിക്കേഷനും അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്പർ 10,2 എന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. ഇനി അതുപോലെ തന്നെ ഡേറ്റും ടൈമും സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ കൊടുക്കുന്ന 2-3 കൺവെൻഷണൽ നൊട്ടേഷൻസ് ആണ്. ഡേറ്റ് ഡേറ്റ ടൈപ്പ് ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് ഡേറ്റ് എന്ന് നിങ്ങൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ടൈം പറയാം, അതിന്റെ സ്കെയിൽ വിത്ത് ടൈം സോൺ പറയാം, പിന്നെ അതുപോലെ തന്നെ ടൈം സ്റ്റാമ്പ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ഡേറ്റ ടൈപ്പ് പറയാം. ഇതൊക്കെ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്ത് വെക്കുന്ന കോളങ്ങളുടെ ഡേറ്റ ടൈപ്പ് സ്പെസിഫൈ ചെയ്യാനായിരിക്കും ഇത്തരത്തിലുള്ള നൊട്ടേഷൻസ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഇനി നേരത്തെ പറഞ്ഞു, നമുക്ക് ഓരോ കോളങ്ങളും ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം തന്നെ ഓപ്ഷണൽ ആയിട്ട് ആ കോളത്തിന്റെ കൺസ്ട്രൈൻസ് കൂടെ പറയാൻ പറ്റും. അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന കോളം കൺസ്ട്രൈന്റുകളാണ് നോട്ട് നൾ എന്ന് പറയുന്ന ഒരു കൺസ്ട്രൈന്റ്, പ്രൈമറി കീ എന്ന് പറയുന്ന മറ്റൊരു കൺസ്ട്രൈന്റ്, ദെൻ യുണീക്ക് എന്ന് പറയുന്ന മറ്റൊരു കൺസ്ട്രൈന്റ്, ഇനി അതുപോലെ തന്നെ റെഫറൻസസ് എന്ന് പറയുന്ന മറ്റൊരു കൺസ്ട്രൈന്റ്, പിന്നെ ഫോറിൻ കീ എന്ന് പറയുന്ന മറ്റൊരു കൺസ്ട്രൈന്റ്, ഇനി അതേപോലെ തന്നെ ചെക്ക് എന്ന് പറയുന്ന മറ്റൊരു തരത്തിലുള്ള കൺസ്ട്രൈന്റ്. അപ്പൊ ഈ ഓരോ കൺസ്ട്രൈന്റും നമ്മൾ കോളം ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ, അല്ലെങ്കിൽ കോളത്തിന്റെ നെയിം പറഞ്ഞു, പിന്നെ ഡേറ്റ ടൈപ്പും സൈസും പറഞ്ഞതിന് ശേഷം അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് കൂട്ടിച്ചേർത്ത് ഡിക്ലെയർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അതിലിപ്പോ എക്സാമ്പിൾ ആയിട്ട് നോട്ട് നൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് ആ നമ്മൾ ഡിക്ലെയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഏത് കോളമാണോ അതിന്റെ കൂടെയാണോ നമ്മൾ നോട്ട് നൾ ആഡ് ചെയ്തിരിക്കുന്നത് ആ കോളം ഒരിക്കലും നള്ളാകാൻ പാടില്ല. അതായത് ഒരു തരത്തിലുള്ള ബ്ലാങ്ക് വാല്യൂസ്, നൾ വാല്യൂസ് അതിൽ നമുക്കെടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റില്ല. ഇനി വേറെ ഒരു കൺസ്ട്രൈന്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൈമറി കീ ആണ്. പ്രൈമറി കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന കോളം അല്ലെങ്കിൽ ആ പറയുന്ന റിലേഷന്റെ പ്രൈമറി കീ ആ കറസ്പോണ്ടിങ് കോളം ആയിരിക്കും. ഇനി അതുപോലെ തന്നെ യുണീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അതിന് ഒരു യുണീക്ക് വാല്യൂ ആയിരിക്കണം എന്നുള്ളതാണ് അതിന്റെ ഒരു മീനിങ്. ഇനി റെഫറൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫൈസ് ദാറ്റ് ദിസ് കോളം ഈസ് ദ ഓൺലി കോളം ഇൻ എ ഫോറിൻ കീ. ഫോറിൻ കീയുടെ കൂടെ നമ്മൾ പറയുമ്പോഴാണ് റെഫറൻസസ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ടേബിളിലേക്കുള്ള റെഫറൻസ് അവിടെ പറഞ്ഞു വെക്കുന്നത്. ഇനി ഫോറിൻ കീ എന്ന് പറഞ്ഞാൽ അതൊരു ടേബിൾ കൺസ്ട്രെയിന്റ് ആയിട്ടാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. അതിനെയും കോളം സ്പെസിഫിക്കേഷന്റെ കൂടെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. പിന്നീട് ചെക്ക് കൺസ്ട്രെയിന്റ് ഉണ്ട്. നമുക്കിപ്പോ ഒരു ഏജ് വാല്യൂ നമുക്ക് ചെക്ക് ചെയ്യണം, 18-നും 50-നും ഇടയ്ക്കുള്ള ഒരു വാല്യൂ ആണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്, ചെക്ക് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കോളം ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ചെക്ക് സ്പെസിഫിക്കേഷൻസ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും ചെക്ക് ഏജ് ബിറ്റ്വീൻ 18 and 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ എൻ്റർ ചെയ്യുന്ന സമയത്ത് DBMS ഓട്ടോമാറ്റിക് ആയിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു ഡേറ്റ നമ്മൾ ആ കോളത്തിലേക്ക് എൻ്റർ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് ഒരു എറർ തരുന്നതായിരിക്കും. ഇനി രണ്ടാമതായിട്ട് നമ്മൾ ക്രിയേറ്റ് സ്റ്റേറ്റ്മെന്റിന്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വിവിധ തരത്തിലുള്ള ടേബിൾ കൺസ്ട്രൈന്റുകളുണ്ട്. നമ്മൾ നേരത്തെ പ്രൈമറി കീ പറഞ്ഞപ്പോൾ അതൊരു കോളം കൺസ്ട്രൈന്റ് ആയിട്ട് വേണമെങ്കിൽ പറയാം. എന്നാൽ ഒന്നിൽ കൂടുതൽ കോളംസ് ഉള്ള കീ അല്ലെങ്കിൽ ഒരു കോമ്പോസിറ്റ് കീ ആണ് പ്രൈമറി കീ ആയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്നതെങ്കിൽ സാധാരണ അതിനെയൊക്കെ കൊടുക്കാൻ പറ്റുന്നത് ഒരു ടേബിൾ കൺസ്ട്രെയിന്റ് ആയിട്ടുള്ള പ്രൈമറി കീ സ്പെസിഫിക്കേഷൻസ് ഉപയോഗിച്ചിട്ടായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് ടേബിൾ കൺസ്ട്രെയിന്റ് ആയിട്ട് യുണീക്ക് കീയും നിങ്ങൾക്ക് സ്പെസിഫൈ ചെയ്ത് വെക്കുവാനായിട്ട് സാധിക്കും. പിന്നെ ടേബിൾ കൺസ്ട്രെയിന്റ് ആയിട്ട് ഫോറിൻ കീ സ്പെസിഫൈ ചെയ്ത് വെക്കുവാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ടേബിൾ കൺസ്ട്രെയിന്റ് ആയിട്ട് ചെക്കിന്റെ സ്പെസിഫിക്കേഷൻസും നമുക്ക് കൊടുത്തു വെക്കുവാനായിട്ട് പറ്റും. അപ്പൊ ഇതിൽ ചിലത് നമുക്ക് കോളം കൺസ്ട്രെയിന്റ് ആയിട്ട് ഇപ്പൊ പ്രൈമറി കീ എക്സാമ്പിൾ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് 2 രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അതായത് കോളം കൺസ്ട്രെയിന്റ് ആയിട്ട് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ടേബിൾ കൺസ്ട്രെയിന്റ് ആയിട്ട് ഉപയോഗിക്കുകയോ ചെയ്യാം. അതിൽ ചിലപ്പോൾ കോമ്പോസിറ്റ് കീ ആയിട്ടാണ് പ്രൈമറി കീ വരുന്നതെങ്കിൽ നമ്മൾ മിക്കവാറും അതിനെ ഒരു ടേബിൾ കൺസ്ട്രെയിന്റ് ആയിട്ടായിരിക്കും റെഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്ത് വെക്കുന്നത്. ഇനി അഥവാ ഒരു സിംഗിൾ കീ ആണെങ്കിൽ സാധാരണ അതിനെ ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളം കൺസ്ട്രെയിന്റ് ആയിട്ടായിരിക്കും സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന രീതി അനുസരിച്ചിട്ട് ഈ കൊടുക്കുന്ന കോളം കൺസ്ട്രെയിൻസിനും അതേപോലെ തന്നെ ടേബിൾ കൺസ്ട്രെയിൻസിനും വ്യത്യാസം വരുന്നതായിരിക്കും. ഇതിന്റെ 1-2 എക്സാമ്പിൾസ് ആണ് നമ്മൾ പറയുന്നത്. ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഈ കൺസ്ട്രെയിന്റുകളും അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന
ആ കോളങ്ങളുടെ ഡിക്ലറേഷൻസ് ഒക്കെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള 1-2 എക്സാമ്പിൾസ് ആണ് ഇവിടെ പറയുന്നത്. അതിൽ ഒന്നാമത്തെ എക്സാമ്പിൾ നോക്കാം, ക്രിയേറ്റ് ടേബിൾ. സ്റ്റേറ്റ്മെന്റ് നോക്കാം, ക്രിയേറ്റ് ടേബിൾ, പിന്നെ ഒരു യൂസർ ഡിഫൈൻഡ് എൻട്രി ആണ്. ഇവിടെ ഞാൻ സപ്ലയർ എന്ന് പറയുന്ന പേരിലുള്ള ഒരു ടേബിൾ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ക്രിയേറ്റ് ടേബിൾ സപ്ലയർ, ദെൻ ബ്രാക്കറ്റിനുള്ളിൽ സീരിയൽ നമ്പർ, ദെൻ varchar 5 നോട്ട് നൾ പ്രൈമറി കീ. അപ്പൊ ഇവിടെ 2 കൺസ്ട്രെയിന്റ്, ഈ SNO എന്ന് പറയുന്ന ആ കറസ്പോണ്ടിങ് വേരിയബിൾ ക്യാരക്ടർ, അതിന്റെ സൈസ് 5 ആണ്. അതിന്റെ കൂടെ 2 കൺസ്ട്രെയിന്റുകൾ, 2 കോളം കൺസ്ട്രെയിന്റുകൾ കൂടെ ആഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. നോട്ട് നള്ളും അതേപോലെ തന്നെ പ്രൈമറി കീ എന്ന് പറയുന്ന ആ ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളം കൺസ്ട്രെയിന്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ SNO എന്ന് പറയുന്ന ആ ടേബിളിന്റെ പ്രൈമറി കീ ആയിട്ട് തീരുന്നു. പിന്നെ നെയിം വേരിയബിൾ ക്യാരക്ടർ 16 ആണ്. ഇനി അതുപോലെ തന്നെ സിറ്റി വേരിയബിൾ ക്യാരക്ടർ 16 ആണ്. ഒറാക്കിൾ ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു സെമി കോളൻ കൂടെ കൊടുക്കേണ്ടതായിട്ട് വരും. ഇനി അതേപോലെ തന്നെ ക്രിയേറ്റ് ടേബിൾ പാർട്ട്, മറ്റൊരു ടേബിളിന്റെ ക്രിയേഷൻ ആണ്. അതിന്റെ പേര് പാർട്ട് എന്നുള്ളതാണ്. അവിടെ പാർട്ട് നമ്പർ വേരിയബിൾ 5 നോട്ട് നൾ പ്രൈമറി കീ. നിങ്ങൾക്കറിയാം ഇവിടെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് 3 കോളങ്ങളുള്ള അഥവാ 3 ആട്രിബ്യൂട്ടുകളുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ടേബിൾ ആയിരിക്കും. ടേബിളിന്റെ പേര് പാർട്ട് എന്നായിരിക്കും. അതിലുള്ള കറസ്പോണ്ടിങ് കോളങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പാർട്ട് നമ്പർ, അത് ഒരു പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നു. ദെൻ ഡിസ്ക്രിപ്ഷൻ, അതൊരു വേരിയബിൾ ക്യാരക്ടർ ആണ്, 16 ആണ് അതിന്റെ വിഡ്ത്ത്. ഇനി അതുപോലെ തന്നെ കളർ എന്ന് പറയുന്നത് വേരിയബിൾ ക്യാരക്ടർ 8 ആണ്. അപ്പൊ 3 ഈ നിങ്ങൾക്ക് ഇവിടെ ടേബിൾ നിങ്ങൾക്ക് അതിന് റൈറ്റ് സൈഡിൽ കാണുവാനായിട്ട് സാധിക്കും. അപ്പോ അതേ രീതിയിലുള്ള ഒരു റിലേഷണൽ ആൾജിബ്ര, റിലേഷണൽ RDBMSലുള്ള ഒരു ടേബിൾ അഥവാ ഒരു റിലേഷൻ ഇത് ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സാധാരണ നിങ്ങൾ ഇവിടെ കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു സെമി കോളൻ കൂടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി എങ്ങനെയായിരിക്കും നമ്മൾ ഈ പറയുന്ന പ്രൈമറി കീസ് ഒക്കെ സ്പെസിഫൈ ചെയ്യുന്നത് എന്നുള്ള അതിനുള്ള ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ അതിൽ തന്നെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന കോളം കൺസ്ട്രെയിന്റ് കൊടുക്കുന്ന ഒരു രീതി നോക്കുക. SNO വേരിയബിൾ ക്യാരക്ടർ 5 നോട്ട് നൾ പ്രൈമറി കീ എന്ന് പറയുന്നത് ഇതൊരു കോളം കൺസ്ട്രെയിന്റ് ആണ്. ഇനി ടേബിൾ കൺസ്ട്രെയിന്റ് ആയിട്ടാണ് നിങ്ങൾ പ്രൈമറി കീ കൊടുക്കുന്നതെങ്കിൽ അതിന്റെ ഫോർമാറ്റ് ഇനി പറയുന്ന രീതിയിലായിരിക്കും. അതായത് ആ കോളങ്ങളുടെ സ്പെസിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം അടുത്ത ലൈനിൽ ടേബിളിന്റെ ആ ക്ലോസിംഗ് ബ്രേസ് ഇടുന്നതിന് പകരം അല്ലെങ്കിൽ ക്ലോസിംഗ് ബ്രാക്കറ്റ് കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ പറയും പ്രൈമറി കീ പിന്നെ ബ്രാക്കറ്റിനുള്ളിൽ ഏതൊക്കെ കോളങ്ങളാണോ ഉൾപ്പെടുന്നത് ആ കോളങ്ങൾ നിങ്ങൾക്ക് കോമായിട്ട് സ്പെസിഫൈ ചെയ്യാം. അപ്പോൾ സാധാരണ രീതിയിലുള്ള പ്രൈമറി കീകൾക്കാണെങ്കിൽ നമുക്ക് കോളം കൺസ്ട്രെയിന്റ് കൊടുക്കാം. എന്നാൽ ഒരു കോമ്പോസിറ്റ് കീ ആണ്, ഒന്നിൽ കൂടുതൽ കീകളുടെ കോമ്പിനേഷൻ ആണ് നിങ്ങൾക്ക് പ്രൈമറി കീ ആയിട്ട് കൊടുക്കേണ്ടതെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ടേബിൾ കൺസ്ട്രെയിന്റ് ആയിട്ട് പ്രൈമറി കീ കൊടുക്കുന്ന രീതിയിലുള്ള ഈ ഒരു സിന്റാക്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഈ കോളം 1 എന്ന് പറയുന്നതും അതേപോലെ തന്നെ കോളം 2 എന്ന് പറയുന്നതും നെയിംസ് ഓഫ് ദ കോളംസ് ഓഫ് ദ പ്രൈമറി കീയിലുള്ള കോമ്പോസിറ്റ് കീയിലുള്ള ഡിഫറെന്റ് കോളങ്ങളായിരിക്കും. എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ പറയാണ് പ്രൈമറി കീ SNO PNO PNO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അർത്ഥം ഇവിടെ നമ്മൾ SNOയും അതേപോലെ തന്നെ PNOയും ചേർത്തുള്ള ഒരു കോമ്പോസിറ്റ് കീയെയാണ് പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളതായിരിക്കും അതിന്റെ ഒരു മീനിങ്. ഇനി രണ്ടാമത് ഫോറിൻ കീ എങ്ങനെ നമുക്ക് സ്പെസിഫൈ ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു സ്ലൈഡിൽ വിവരിക്കുന്നത്. അവിടെ നിങ്ങൾ നോക്കുക, ആദ്യത്തെ രീതി നമ്മൾ കോളം കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൺസ്ട്രെയിന്റ് ആയിട്ട് കൊടുക്കുന്ന രീതിയാണ്. കോളം ഡിസ്ക്രിപ്ഷൻ പറയും, റെഫറൻസസ്, ദെൻ റെഫറൻസ് സ്പെസിഫിക്കേഷൻ. ഏത് ടേബിളിലുള്ള ഏത് കറസ്പോണ്ടിങ് പ്രൈമറി കീയുമായിട്ടാണ് ഈ പറയുന്ന ഫോറിൻ കീ ഒരു ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്ത് വെക്കേണ്ടത് എന്നുള്ളത് നമുക്ക് റെഫറൻസ് സ്പെസിഫിക്കേഷനിൽ പറഞ്ഞു വെക്കാനായിട്ട് സാധിക്കും. ഇനി ഇത് തന്നെ നമുക്ക് ടേബിൾ കൺസ്ട്രെയിന്റ് ആയിട്ട് കൊടുക്കാം. ടേബിൾ കൺസ്ട്രെയിന്റ് ആയിട്ട് കൊടുക്കുന്നത് ഈ പറഞ്ഞ പോലെ ഒന്നിൽ കൂടുതൽ കീകൾ അല്ലെങ്കിൽ അഥവാ കോമ്പോസിറ്റ് കീകൾ നമ്മൾ ഫോറിൻ കീ ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കുമ്പോഴായിരിക്കും. അപ്പൊ അതിന്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫോറിൻ കീ എന്ന് പറയുന്ന ആ ഒരു കീവേഡിലായിരിക്കും. പിന്നെ ബ്രാക്കറ്റിനുള്ളിൽ നിങ്ങൾക്ക് കോളങ്ങളുടെ ലിസ്റ്റ് പറയാം. ദെൻ റെഫറൻസസ് എന്ന് പറയുന്ന ഒരു കീവേഡ് പറയാം. ദെൻ റെഫറൻസ് സ്പെസിഫിക്കേഷൻ പറയാം. അപ്പൊ ഇതിലെ കോളം ലിസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ടേബിളിലെ കോളംസ് ആയിരിക്കും. അതായിരിക്കും നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോറിൻ കീ. പിന്നെ റെഫറൻസ് സ്പെസിഫിക്കേഷൻ ഹാസ് ദ ഫോളോയിങ് ഫോർമാറ്റ്. അതിന്റെ ഫോളോയിങ് ഫോർമാറ്റ്
ഉണ്ട്. ആ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ടേബിൾ 2. ഏത് ടേബിളിലെ പ്രൈമറി കീ ആയിട്ടാണോ അത് റെഫറൻസ് വരേണ്ടത് ആ ടേബിളിന്റെ പേരായിരിക്കും ഇതിലെ റെഫറൻസ് സ്പെസിഫിക്കേഷനിൽ ആദ്യം എഴുതുന്നത്. പിന്നെ ബ്രാക്കറ്റിനുള്ളിൽ അതിന്റെ റെഫേർഡ് കോളംസ് അല്ലെങ്കിൽ റെഫറൻസ്ഡ് കോളംസ് ആയിരിക്കും. കൃത്യമായിട്ട് പ്രൈമറി കീ ആയിട്ട് ടേബിൾ 2ൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള വിവിധ കോളങ്ങൾ അവിടെ നമുക്ക് കൊടുക്കാം. ഇനി ഓപ്ഷണൽ ആയിട്ട് നമുക്ക് ഇവിടെ ഒരു ഓൺ അപ്ഡേറ്റ് അല്ലെങ്കിൽ ഓൺ ഡിലീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് 3 ഓപ്ഷൻസ് പറയാൻ പറ്റും. അതായത് കാസ്കേഡ് ഓപ്ഷൻ, സെറ്റ് നൾ ഓപ്ഷൻ, നോ ആക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ. ഇതിന്റെ മീനിങ് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ ഒരു പ്രൈമറി കീ ഒരു ഫോറിൻ കീ ആയിട്ട് 2 ടേബിളുകളിലെ ഒരു കറസ്പോണ്ടിങ് ഡിഫറെന്റ് കോളംസ് ഉപയോഗിച്ചിട്ട് ലിങ്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് നോക്കുക. അപ്പോ പ്രൈമറി കീക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ റെഫറൻസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫോറിൻ കീ ഉപയോഗിച്ചിട്ട് റെഫർ ചെയ്ത് വെച്ചിരിക്കുന്ന ടേബിളിൽ ആ കറസ്പോണ്ടിങ് റെക്കോർഡിന് ഏതൊക്കെ രീതിയിൽ അത് ബിഹേവ് ചെയ്യണം എന്നുള്ളതാണ് ഈ പറയുന്ന 3 ഡിഫറെന്റ് രീതികൾ കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. എക്സാമ്പിൾ ആയിട്ട് നോ ആക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൈമറി കീ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫോറിൻ കീക്കും യാതൊരു തരത്തിലുള്ള ചേഞ്ചസും വരുത്തേണ്ട ആവശ്യമില്ല. ഇനി സെറ്റ് നൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി കീ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫോറിൻ കീ എന്തായിട്ട് മാറണം? നൾ വാല്യൂസ് ആയിട്ട് മാറണം. ഇനി കാസ്കേഡ് എന്ന് പറഞ്ഞാൽ പ്രൈമറി കീക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള വാല്യൂസ് എവിടെയും വരുത്തുക, ഫോറിൻ കീയിലും വരുത്തുക. അപ്പൊ ഇത് ഈ രീതിയിലുള്ള 3 ഓപ്ഷൻസ് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്തും അതേപോലെ തന്നെ ഡിലീഷൻ ചെയ്യുന്ന സമയത്തും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. സാധാരണ അതിന്റെ ഡിഫോൾട്ട് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ ആക്ഷൻ ആണ്. പ്രൈമറി കീ വാല്യൂസ് ചേഞ്ച് ചെയ്യുമ്പോൾ സാധാരണ ഈ പറയുന്ന ഫോറിൻ കീ വാല്യൂസിന് നമ്മൾ മാറ്റങ്ങളൊന്നും വരുത്തത്തില്ല, അതില് ആക്ഷൻസ് ഒന്നും നടത്തത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നൾ വാല്യൂസ് ആയിട്ട് സെറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കാസ്കേഡിംഗ് ഓപ്പറേഷൻ അതിനോടൊപ്പം തന്നെ നടത്തുകയോ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അത്തരത്തിലുള്ള ആ ഫോറിൻ കീസ് ഉപയോഗിക്കുകയും അതേപോലെ തന്നെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ചെക്ക് കൺസ്ട്രെയിന്റ് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ഇവിടെ ഒരു ക്രിയേറ്റ് ടേബിൾ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിനോടൊപ്പം കൊടുത്തു വെച്ചിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത 2 ടേബിളുകളുണ്ട്, സപ്ലയർ ടേബിളും അതേപോലെ തന്നെ പാർട്ട് ടേബിളും. അപ്പൊ ആ 2 ടേബിളുകളിൽ നിന്ന് നമ്മളൊരു പുതിയ ടേബിൾ ഉണ്ടാക്കിയാണ് സപ്ലയർ പാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേബിൾ ഉണ്ടാക്കുന്ന രീതിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ക്രിയേറ്റ് ടേബിൾ, സപ്ലയർ പാർട്ട്, ദെൻ SNO വേരിയബിൾ ക്യാരക്ടർ 5 നോട്ട് നൾ റെഫറൻസസ് സപ്ലയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ SNO എന്ന് പറയുന്നതിനെ നമ്മളൊരു ഫോറിൻ കീ ആക്കിയാണ്. അത് എന്തിലേക്ക് റെഫർ ചെയ്തിരിക്കുന്നു? സപ്ലയർ എന്ന് പറയുന്ന കറസ്പോണ്ടിങ് ടേബിളിലുള്ള SNOയിലേക്ക് റെഫർ ചെയ്തിരിക്കുന്നു. അപ്പോൾ സപ്ലയറിലുള്ള SNO എന്ന് പറയുന്ന പ്രൈമറി കീയിലേക്കായിരിക്കും അത് പോയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ കേസ് നോക്കുക. PNO വേരിയബിൾ ക്യാരക്ടർ 5 നോട്ട് നൾ റെഫറൻസസ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PNOനെ വീണ്ടും നമ്മൾ ഒരു ഫോറിൻ കീ ആക്കി മാറ്റിയാണ്. അതിന്റെ വാല്യൂ നൾ വാല്യൂസ് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. പിന്നെ എങ്ങോട്ടത് റെഫർ ചെയ്യുന്നു? പാർട്ട് എന്ന് പറയുന്ന ആ ടേബിളിലുള്ള PNOയിലേക്ക് റെഫർ ചെയ്യുന്നു. അതായത് പാർട്ട് എന്ന് പറയുന്ന ടേബിളിലുള്ള ഒരു പ്രൈമറി കീ ആയിരിക്കണം അപ്പോൾ ഈ PNO എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ അത് ഫോറിൻ കീ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇനി വേറെ നോക്കുക. ക്വാണ്ടിറ്റി, ഇന്റിജർ, ചെക്ക്. ഇന്റിജർ എന്ന് പറയുന്നതാണ്. പിന്നെ ഒരു ചെക്ക് കൺസ്ട്രെയിന്റ് കൂടെ പറയാം. ചെക്ക് കൺസ്ട്രെയിന്റ് പറഞ്ഞിട്ട് നമ്മൾ ബ്രാക്കറ്റിനുള്ളിൽ അതിന്റെ ഡിസ്ക്രിപ്ഷൻ പറഞ്ഞിരിക്കുകയാണ്. ക്വാണ്ടിറ്റി ഈസ് നൾ ഓർ ക്വാണ്ടിറ്റി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പൊ അത് ക്വാണ്ടിറ്റി വേണമെങ്കിൽ നൾ ആകാം, അല്ലെങ്കിൽ 0യോ 0യേക്കാൾ കൂടുതലോ ആയിട്ടുള്ള വാല്യൂസ് നിങ്ങൾക്ക് അവിടെ എടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കാം. പിന്നെ അതിനുശേഷം ഇവിടെ നമ്മൾ 2 ഫോറിൻ കീ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അതിനോടൊപ്പം തന്നെ ഒരു പ്രൈമറി കീയുടെ റെഫറൻസ്, പ്രൈമറി കീയുടെ ഡിസ്ക്രിപ്ഷൻ നമ്മളൊരു ടേബിൾ കൺസ്ട്രെയിന്റ് എന്നുള്ള നിലയിൽ പറഞ്ഞിരിക്കുകയാണ്. എക്സാമ്പിൾ ആയിട്ട് SNO എന്ന് പറയുന്ന ആ കറസ്പോണ്ടിങ് കോളത്തെയും അതുപോലെ തന്നെ PNO എന്ന് പറയുന്ന ആ കറസ്പോണ്ടിങ് കോളത്തെയും കൂടെ ചേർത്തിട്ട് കോമ്പസിറ്റ് ആയിട്ടുള്ള ഒരു പ്രൈമറി കീ ഈ പറയുന്ന സപ്ലയർ പാർട്ട് എന്ന് പറയുന്ന ടേബിളിലേക്ക് നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ കൺസ്ട്രെയിന്റ് കൊടുക്കുന്നു. പ്രൈമറി കീ ബ്രാക്കറ്റിനുള്ളിൽ SNO, PNO. അപ്പൊ ഈ 2 കീകളും ചേർന്നിട്ടുള്ള ഒരു കീ ആയിരിക്കും പ്രൈമറി കീ ആയിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേബിൾ കൺസ്ട്രെയിന്റ് ആയിട്ട് പ്രൈമറി കീ എങ്ങനെ കൊടുക്കാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആയിരിക്കും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി എക്സാമ്പിൾ ടേബിൾ കൺസ്ട്രെയിന്റ് ഫോർ റെഫറൻഷ്യൽ ഇന്റഗ്രിറ്റി. നിങ്ങൾക്ക് ഫോറിൻ കീ എന്ന് പറഞ്ഞിട്ട് നേരിട്ട് ഇങ്ങനെ പറയുന്നതിന് പകരം ഫോറിൻ കീ SNO എന്ന് പറയാം. ഇനി റെഫറൻസസ് സപ്ലയർ SNO,
അപ്പൊ ആ ഒരു രീതിയിൽ വേണമെങ്കിൽ ഇത് ടേബിൾ കൺസ്ട്രെയിന്റ് ആയിട്ട് ഫോറിൻ കീ എങ്ങനെ കൊടുക്കാം എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്ത് വെച്ചിരിക്കുന്ന. ആദ്യം വെറുതെ SNO എന്ന് ആദ്യം ഡിക്ലെയർ ചെയ്തതിനു ശേഷം വേണമെങ്കിൽ ടേബിൾ കൺസ്ട്രെയിന്റ് ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ഫോറിൻ കീ SNO റെഫറൻസസ് സപ്ലയർ ഓഫ് SNO ഓൺ ഡിലീറ്റ് നോ ആക്ഷൻ. ഡിലീഷൻ നടക്കുമ്പോൾ ഒരു ആക്ഷൻ നടത്തണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ പറയുന്ന SNO എന്ന് പറയുന്നത് ഈ ഒരു ടേബിളിൽ അവിടെ സ്റ്റോർ ചെയ്യപ്പെടും. ഇനി ഓൺ അപ്ഡേറ്റ് കാസ്കേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ പ്രൈമറി കീയിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സപ്ലയറിന്റെ പ്രൈമറി കീയിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങൾ വരുത്തി കഴിഞ്ഞാൽ, പ്രൈമറി കീ വാല്യൂ നമ്മൾ ഫോർ എക്സാമ്പിൾ 005 എന്ന് മാറ്റി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ പറയുന്ന റെഫറൻസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ടേബിളിലും സപ്ലയർ ടേബിളിലെയും ഈ SNO എന്ന് പറയുന്നത് 5 ആയിട്ട് ചേഞ്ച് ചെയ്യും. അതിനാണ് കാസ്കേഡിംഗ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഈ പറയുന്ന ടേബിൾ കൺസ്ട്രെയിൻസിന്റെയോ അതുപോലെ തന്നെ കോളം കൺസ്ട്രെയിൻസോ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ നമുക്ക് ടേബിളുകൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയും സമയം SQL സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചിട്ടുള്ള എന്റെ വിവരണം ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി പറയുകയാണ്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്കും ഈ ചാനലിന്റെ ലിങ്കുകൾ എത്തിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.